നമസ്കാരം. പ്രധാന വാർത്തകളുമായി ഞാൻ ചിഞ്ചു അജിത്ത്. അജ്മാനിലെ ആദ്യ സംയോജിത ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ തുറന്നു. സുസ്ഥിര ഗതാഗത സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അജ്മാനിലെ ആദ്യത്തെ സംയോജിത ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു. അജ്മാൻ ലാൻഡ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ ഷെയ്ഖ് അബ്ദുൾ അസീസ് ബിൻ ഹുമൈദ് അൽ നുയേമിയാണ് സ്റ്റേഷന് ഉദ്ഘാടനം നിർവഹിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള തന്ത്രി കണ്ഠർ രാജീവരെ SIT ചോദ്യം ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘമാണ് തന്ത്രിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ഗ്ലോബൽ വില്ലേജ് 30ാം സീസൺ മെയ് 10 സമാപിക്കും. വിനോദത്തിന്റെയും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും സംഗമവേദിയായ ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ 30ാം സീസൺ മെയ് 10 സമാപിക്കും. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള 90ലേറെ സംസ്കാരങ്ങൾ അണിനിരക്കുന്ന ഈ ആഘോഷവേദി 31ാം സീസണുമായി വർഷാവസാനം വീണ്ടും സജീവമാകുമെന്ന് അധികൃതർ അറിയിച്ചു. ഉമ്മൻചാണ്ടിയുടെ അപരൻ രഘു കളമശ്ശേരി നിര്യാതനായി. മലയാള സിനിമാ സീരിയൽ മിമിക്രി രംഗങ്ങളിൽ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ക്യാൻസർ രോഗബാധിതയെ തുടർന്നായിരുന്നു മരണം. നേവൽ ബേസിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ചാണ്ടി ഉമ്മൻ, ഷാജോൺ, പിഷാരടി, ധർമ്മജൻ, സാജൻ പള്ളുരുത്തി, എരൂർ ജോർജ്, വിനോദ് കെടാമംഗലം, സുരേഷ് മാഞ്ഞാലി, ഹരിശ്രീ അശോകൻ, നാദിർ ഷാ തുടങ്ങിയവർ അനുശോചനം അർപ്പിച്ചു. ജോലിക്ക് ഭൂമി അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനും തിരിച്ചടി. വിചാരണ നേരിടണമെന്ന് കോടതി. വിജയ് ചിത്രം ജനനായകന് പ്രദർശനാനുമതി നൽകി മദ്രാസ് ഹൈക്കോടതി. സെൻസർ ബോർഡിന് കടുത്ത വിമർശനം. തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കിയ നിലയിൽ. അഞ്ചുതെങ്ങ് പോലീസ് സ്റ്റേഷനിലെ ASI K ഷിബുമോനാണ് മരിച്ചത്. സർ സോഹൻ റോയ് എഴുതിയ കസ്തൂരിശലഭം എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സാഹിത്യ സംഗമം നാളെ ഉച്ചയ്ക്ക് 1:30 മുതൽ 4 മണി വരെ എരിസ് പ്ലസ് SL സിനിമാസ് തിരുവനന്തപുരത്ത്. അഷ്ടമുടിക്കായലിൽ ആവേശത്തിന്റെ വേലിയേറ്റം. പ്രസിഡന്റ്സ് ട്രോഫിയും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഫൈനലും നാളെ. ന്യൂസിലൻഡിനെതിരായ T20 പരമ്പര. തിലക് വർമ്മയുടെ പകരക്കാരനായി ശ്രേയസ് അയ്യരുടെ പേര് നിർദ്ദേശിച്ച് മുൻ താരം. ഓസ്ട്രേലിയൻ ചാമ്പ്യൻഷിപ്പിൽ UAE ടീം എമിറേറ്റ്സിന് മികച്ച തുടക്കം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.